താങ്കൾ ഇന്ന് ബൈബിൾ വായിച്ചുവോ? ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ആക്സിലറിയുടെ ആസ്ഥാന മന്ദിരത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാചകം ഏറെ ശ്രദ്ധേയമാണ്. താങ്കൾ ഇന്ന് ബൈബിൾ വായിച്ചുവോ? ചിന്തോദീപവും ആരെയും ഉണർത്തുന്നതും കാലിക പ്രസക്തവുമാണ് ഈ വാചകം. ഹൃദയത്തിൻ്റെ ഉള്ളറകൾ വരെ എത്തുന്ന ഗാംഭീര്യമുള്ള വാക്കുകളുടെ ഒരു സമാഹാരം സ്വർണ്ണലിപികളിൽ രേഖപ്പെടുത്തി ഓരോ ക്രൈസ്തവ ഭവനങ്ങളിലും പ്രദർശിപ്പിക്കുവാൻ ഏറെ മതിയായത്. കോട്ടയത്തെ ബൈബിൾ ജംഗ്ഷനിലൂടെ യാത്ര ചെയ്യുന്നവരുടെ വാഹനങ്ങൾ ഈ ഓഫീസിന് മുൻപിലുള്ള ട്രാഫിക് ഐലൻഡിൽ അല്പസമയം സിഗ്നൽ കാത്ത് നിർത്താറുണ്ട്. ധാരാളം കാൽനട യാത്രക്കാരും ഇതിലൂടെ കടന്നു പോകാറുമുണ്ട്. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന ബൈബിൾ ഭവനാണ് ബൈബിൾ ഹൗസ്. ഒപ്പം ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ വലിപ്പത്തിൽ എഴുതിയിരിക്കുന്ന വാചകവും. ഒരു നിമിഷം കൊണ്ട് ശ്രദ്ധയിൽപ്പെടുന്ന ഈ ചോദ്യത്തോടു കൂടിയ വാചകം പലർക്കും ദൂരവ്യാപകമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ബൈബിൾ ഇന്ന് വായിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധമുള്ളവർ ഇന്നു മുതൽ എന്നും വായിക്കും. ഈ ചോദ്യം എൻ്റെ ഭവനങ്ങളിലുള്ള എല്ലാവരോടും ചോദിക്കും. ഇങ്ങനെ പോകുന്നു പ്രതികരണങ്ങൾ. ബൈബിൾ എന്നും വായിക്കുവാൻ ഉത്തേജിപ്പിക്കുന്ന ചോദ്യത്തോടു കൂടിയുള്ള ഈ സാരോപദേശം എല്ലാവരിലും ഫലം ഉളവാക്കും, പ്രതിഫലിക്കും. രണ്ട് പക്ഷമില്ല. ദൈവമക്കളുടെ വിജയപ്രദമായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് വേദപുസ്തക വായനയും പ്രാർത്ഥനയും. ഒരേ നാണയത്തിലെ രണ്ട് വശങ്ങൾ പോലെ. എല്ലാവരും പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കും. എന്നാൽ ദൈവവചനം വായിക്കുന്നതിൽ ചിലരെങ്കിലും അത്ര ശ്രദ്ധാലുക്കൾ ആകണമെന്നില്ല. പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം വചനത്തിനും നൽകേണ്ടതുണ്ട്. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. വെളിപ്പാട് 1:3. പരീക്ഷകളെ അതിജീവിച്ച് ഫലപ്രദമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള എല്ലാ പോഷക ഘടകങ്ങളും ദൈവവചനമായ തിരുവെഴുത്തിലുണ്ട്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയം, ഇൻസ്പിരേഷൻ ഓഫ് ഗോഡ് ആകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സത്പ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. 2 തിമോഥെയോസ് 3:16. ഈ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഹൃദയത്തിലെ ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. എബ്രായർ 4:12. ഹൃദയത്തിലെ മാലിന്യങ്ങളെ കാണുവാൻ കഴിയുന്ന ഒരു കണ്ണാടി, മിറർ, കണ്ണാടിയുമാണ്. മനുഷ്യ മനസ്സിൽ ആവശ്യമില്ലാതെ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങളും ചപ്പുചവറുകളും ദൈവവചനമായ തീ പൂർണ്ണമായി കത്തിച്ചു കളയും. ഹൃദയത്തിലെ പാറ പോലുള്ള കഠിനമായ അവസ്ഥകളും വചനമാകുന്ന ചുറ്റികയ്ക്ക് തകർക്കുവാൻ കഴിയും. ഇരമ്യാവ് 23:29. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ വചനം. സങ്കീർത്തനങ്ങൾ 119:105. ഏറെ ആസ്വാദികരമാണ്. സങ്കീർത്തനങ്ങൾ 119:103. ഈ ലോകത്തിലുള്ളതെല്ലാം നശിച്ചു പോകുന്നതാണ്. എത്ര കാഠിന്യമുള്ളതും വലിപ്പമുള്ളതും ബലമുള്ളതും ക്ഷണനേരത്തിൽ ഇല്ലാതാകും. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവവചനം എന്നേക്കും നിലനിൽക്കും. യാതൊരു ശക്തിക്കോ അഗ്നിക്കോ പ്രളയത്തിനോ ലോകവാഴ്ചകൾക്കോ ഉന്മൂലനം ചെയ്യുക അസാധ്യം. ദൈവവചനം എത്തിയിട്ടുള്ളിടത്തെല്ലാം വെളിച്ചവുമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, രൂപാന്തരവുമുണ്ട്. നമ്മെ നിലനിർത്തുന്ന ഈ ജീവൻ്റെ വചനം മുറുകെ പിടിച്ച് നമുക്ക് മുന്നേറാം. ദൈവം ധാരാളം കൃപ നൽകട്ടെ. യഥാർത്ഥ ക്രൈസ്തവന് ദൈവവചനത്തിൽ നിന്നും അന്യമായ ഒരു ജീവിതമില്ല. നമ്മുടെ ഹൃദയം ദൈവവചനത്തിൻ്റെ സ്വാധീനത്തിൽ തന്നെ ആയിരിക്കട്ടെ. ഇന്ന് താങ്കൾ ബൈബിൾ വായിച്ചുവോ? പ്രാർത്ഥിച്ചുവോ?